നല്ലൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. എന്താണെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ആ പ്രവൃത്തി, അത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിയുടെ അവസാനം അത് എങ്ങനെയാകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ റിസൾട്ട്. അതായത് ഞാനിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക, അപ്പോഴത്തേന് എൻ്റെ മനസ്സിലേക്ക് വരിക ആ കാര്യത്തിന് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് പോയാൽ അത് പരാജയപ്പെട്ടു പോവുള്ളൂ, അതുകൊണ്ട് അതിനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ ആ കാര്യത്തിന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരാജയമായിരിക്കും. അതല്ല, ഈ കാര്യം ചെയ്തിട്ട് എനിക്ക് ഇനി വേറെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ കാര്യം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഇതെന്നെങ്കിലും വിജയിപ്പിച്ചെടുക്കും, ഇത് നല്ല നിലയിൽ ഞാൻ എത്തിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ കാര്യം വിജയിക്കും. അതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ആ കാര്യം വിജയിക്കും. അതല്ല എങ്കിൽ നമുക്ക് പരാജയമാണ്, നമ്മൾ തോറ്റു പോവുകയുള്ളൂ. നമ്മളിങ്ങനെ എനിക്കിങ്ങനെ അസുഖങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഴും, എനിക്കിങ്ങനെ അപകടം ഉണ്ടാകും, എന്താണോ ചിന്തിക്കണേ. ചിലർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ 2 ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും. ചിലർ ചിന്തിക്കുന്ന വാചകങ്ങളാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നതല്ല. ചിലപ്പം നമ്മൾ ചിന്തിക്കും, എൻ്റെ മക്കൾ ഒരിടത്ത് എത്തിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഈ കടബാധ്യതയൊക്കെ കൂടി വന്ന് എൻ്റെ വീടും സ്ഥലമൊക്കെ പോവുമോ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കണില്ലല്ലോ. ചില രോഗികളെയൊക്കെ പോയി കണ്ടിട്ട് ഇതുപോലെ ഞാനും ആയി വന്നെങ്കിൽ എന്നെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. കുറേ കഴിഞ്ഞ് ചിന്തിച്ച് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ചില പിള്ളേരൊക്കെ മുറ്റത്ത് കളിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ വീഴുന്ന് പറയും, ആ കൊച്ചവിടെ വീഴുകയും ചെയ്യും. ഇതെന്തോ ഒരു പവർ നമുക്കുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായത്. നമുക്ക് എന്തൊക്കെയോ വലിയ കഴിവുകളുണ്ട്, നമ്മളത് നമ്മളെ തന്നെ മനസ്സിലാക്കണില്ല, കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല, അതാണ് നമുക്ക് വരുന്ന കുഴപ്പം. ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് പറയുന്ന നെഗറ്റീവുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, നല്ല ബോൾഡായിട്ടുള്ള, നല്ല എല്ലാം സ്ട്രോങ് ആയിട്ട് പറയുന്ന മാതാപിതാക്കളുടെ മക്കൾ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവരുടെ ജീവിതത്തിലെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ചില മാതാപിതാക്കളുണ്ട്, എല്ലാം നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമേ പറയുകയുള്ളൂ. അവരുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിലുമൊക്കെ ഈ നെഗറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതായത് ഇപ്പം നമ്മുടെ അച്ഛനമ്മമാർ പറയും, എന്ത് കാര്യം ചെയ്യുന്ന നീ ആ വഴി പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും വലിയ രക്ഷപ്പെടണ കേസൊന്നുമല്ല എന്നിങ്ങനെയൊക്കെ പറയും. ചില സമയം അതങ്ങനെ നമ്മൾ കേട്ട് വളരുകയാണ്. നമുക്ക് എതിലേ പോയാലും നമ്മളൊരു അത് ചെയ്യണ ശരിയല്ല, അത് പോകണ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എപ്പോഴും എന്നാ പറയണേ, ഒരു ബൗണ്ടറി എന്ത് കാര്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന എല്ലാം പരാജയമായിരിക്കും. ആ സമയത്ത് ചില മാതാപിതാക്കൾ പോയി നോക്കടാ, കുഴപ്പമില്ല, നീ വന്നത്ത് വെച്ച് കാണാം, ഇങ്ങനെ പറയുന്ന അച്ഛനും അമ്മയുണ്ട്. ആ വഴി മക്കളങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്ന, സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഏത് തീരുമാനങ്ങളും അവരത് വിജയത്തിലെത്തിക്കുകയും ചെയ്യും. ആ മക്കൾക്ക് അത് അവർ സ്വയമായി തിരഞ്ഞെടുത്തതാണ്, അത് ഞാൻ വിജയിപ്പിക്കണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും കൂടെയാണ്. അത് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ എന്ത് കാര്യം ചിന്തിച്ചാലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാത്ത, നമ്മുടെ ചിന്തകളാണ് നമ്മളെ എവിടെയെങ്കിലും എത്തിക്കുന്നത്, ഇല്ലേ? എല്ലാവരും ചിന്തിച്ചല്ലേ ഓരോ സ്ഥാനങ്ങളിൽ ഓരോരുത്തരെ എത്തിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മളെ ഏതെങ്കിലും നിലയിൽ എത്തിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മൾ നല്ലത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് പോസിറ്റീവുകൾ മാത്രം വരുള്ളൂ, നെഗറ്റീവുകൾ നമ്മുടെ ജീവിതത്തിൽ വരില്ല. ആ സമയത്ത് നമ്മൾ എന്താണോ നെഗറ്റീവ് ചിന്തിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ അതിനെ പോസിറ്റീവ് ആക്കുക. എനിക്ക് അതവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക, വേണ്ട, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ വേറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി എന്നിങ്ങനെ ചിന്തിക്കുക. അതേപോലെ നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഈ അസുഖങ്ങളുള്ളതും അല്ലെങ്കിൽ ആ രോഗം ഇങ്ങനെ അതൊന്നും നമുക്കില്ലാത്ത കാര്യമായിരിക്കും. പക്ഷേ നമുക്കൊരു ചെറിയ ലക്ഷണം എന്തെങ്കിലും അതിൻ്റെ ഉണ്ടെങ്കിൽ നമ്മളൊരു അസുഖമെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇനി നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു വിടുക എന്ന് വെച്ചു, അപ്പോൾ ആ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ തന്നെ ഈ മാതാപിതാക്കൾ പെൺകുട്ടിയുടെ അമ്മ വിചാരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കണേന്നറിയാം, ആ കുടുംബാംഗങ്ങൾ വിചാരിക്കണേ അവിടെ ചെന്നിട്ട് ഇനി വല്ല പീഡനമായിരിക്കുമോ, അല്ലെങ്കിൽ ആ കൊച്ചിന് സന്തോഷം ഉണ്ടായിരിക്കുമോ, ഇങ്ങനെ ചിന്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വരുള്ളൂ.
നമ്മുടെ മകൾ അവിടെ സന്തോഷവതിയായിരിക്കും. അങ്ങനെ പോസിറ്റീവ്. ഞാൻ എത്ര പേരെ കേട്ടിട്ടുണ്ടെന്നറിയാമോ? ദൈവമേ, നല്ലതായിരുന്നു, മതിയായിരുന്നു, ഇങ്ങനെ പറയണവർ. കെട്ടിച്ചു വിടുമ്പോഴേ പറഞ്ഞാൽ നല്ല അവിടെ ചെന്ന് നല്ലതായിരുന്നേ മതിയായിരുന്നു എന്ന്. എവിടെ ചെന്നാൽ നല്ലത്? നമ്മുടെ മക്കൾക്ക് നല്ലതേ വരുള്ളൂ എന്ന് മാത്രമേ ചിന്തിക്കാവുള്ളൂ. അവരുടെ കൂടെ സന്തോഷത്തോടെ കഴിയുമെന്ന് ചിന്തിച്ചു. ഈ നല്ലതേ വരുമായിരിക്കുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല ഇതിനകത്ത് കേസ്. നമ്മുടെ തോട്ടുകളും നമ്മുടെ ആ ഇതാണ് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുന്നത്. ഇനി വിഷമങ്ങളും ദുഃഖങ്ങളും ഇതൊന്നുമില്ലാത്ത മനുഷ്യരില്ല, അത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ വിഷമങ്ങളും ഇതിൻ്റെ എല്ലാം. ഏത് വിഷമം വേണേലും, എത്ര ചെറിയ കാര്യം വേണേൽ വലിയ വിഷമമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇത്രയും കാര്യത്തിനാണ് ഇവർ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? ചിലർ നിസ്സാര കാര്യത്തിനും ഭയങ്കര വമ്പ സംഭവമായി ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവമായിട്ട് പറഞ്ഞേക്കാം. കാര്യം നിസ്സാരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഊതിപ്പെറുപ്പിച്ചും അല്ലെങ്കിൽ വലിയ ആനക്കാര്യമായിട്ടൊന്നും പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ജീവിതത്തിൽ വേണ്ട കാര്യം. നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യുക. അത് അതിൻ്റേതായ രൂപത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ കാര്യം എല്ലാവരോടും പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവരിൽ നിന്നുള്ള കുറേ നെഗറ്റീവും കൂടെ നമ്മൾ ആ പോയ വഴിയെ ശരിയല്ല പിന്നെ എല്ലാം നെഗറ്റീവ് പറയുന്ന കൂട്ടുകാരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുക. നെഗറ്റീവ് പറയുന്ന നമ്മുടെ ആരാണെങ്കിലും അവരിൽ നിന്ന് മാറിയിരിക്കുക. അപ്പം നമുക്ക് തന്നെ പോസിറ്റീവ് എനർജി മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. പിന്നെ എവിടുന്ന് നമ്മൾ നെഗറ്റീവ് കേൾക്കുന്നത്? ഇങ്ങനെ ഈ കേൾക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ വിടാനുള്ള മനസ്സും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിലേക്ക് ആവശ്യമില്ലാത്തതൊന്നും കയറില്ല. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു ഓട്ട മത്സരത്തിന് പോകുകയെന്ന് വെച്ചോ, ഞാൻ 5ാം സ്ഥാനത്ത് എത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഓടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അതേ നടക്കുകയുള്ളൂ. എനിക്ക് ഫസ്റ്റ് മേടിക്കണം, അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും എന്നുള്ള ചിന്തയോട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ മേടിച്ചിരിക്കും. അല്ലേ? നമ്മൾ ഫസ്റ്റ് മേടിക്കാനാണ് പോകുന്നെങ്കിൽ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും. ഇനി കടബാധ്യതയുള്ള ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് അപ്പടി കടങ്ങളാണ്, ഞാനതിനകത്ത് എനിക്കിനി രക്ഷപ്പെടാൻ തോന്നുന്നില്ല, ഇത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലാം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ച നഷ്ടപ്പെട്ടിരിക്കും. ഒരു സമയത്ത് എൻ്റെ ചിന്താഗതി ഇതൊക്കെയായിരുന്നു. ആ സമയത്ത് വേറൊരാൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റുമെന്നേ, ഇച്ചിരി സമയം എടുക്കും, എന്നാലും എല്ലാം നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റും എന്നിങ്ങനെ ചിന്തിക്കുകയാണെങ്കിലോ, അതായത് എനിക്കെല്ലാം സാധിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സംഭവം ഓക്കെ ആയി. അപ്പം നമ്മളിലേക്ക് എല്ലാം ഈ യൂണിവേഴ്സ് നമുക്കെല്ലാം അത് ഒരുക്കി തരും. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടിയൊക്കെ നമുക്കതിനുള്ള പണം ഉണ്ടാക്കി ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നൊക്കെ ആലോചിച്ചൊക്കെ അതിനൊരു തീരുമാനം കണ്ടെത്തും. അല്ലാതെ ഇതൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് വിട്ട് കളഞ്ഞാൽ അത് കയറി നമ്മുടെ തല വരെ എത്തുന്ന ഭാഗത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നെഗറ്റീവുകൾ മാത്രം അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ചിന്തിക്കുക. എന്ത് കാര്യത്തിൻ്റെയും അവസാനം അതൊരു പോസിറ്റീവായിരിക്കണം. ഇല്ലേ? ശുഭം എന്ന് കേട്ടിട്ടില്ല? സിനിമയുടെയൊക്കെ പണ്ടുള്ള സിനിമയ്ക്കൊക്കെ ഇങ്ങനെ അവസാനം എഴുതി കാണിക്കും, ശുഭം എന്നൊക്കെ എഴുതി കാണിക്കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ശുഭപര്യവസായി ആയിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവുകൾ ചിന്തിക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും വിഷുവിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും ഇല്ലേ? നാളെയാണ് വിഷു, തിങ്കളാഴ്ച. അപ്പോൾ കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ എന്തൊരു സന്തോഷമല്ലേ കൈനീട്ടം വാങ്ങണേ. വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കൈനീട്ടം വാങ്ങുന്നതൊക്കെ എന്ത് രസമാണ്. അപ്പോൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടും ഇപ്പോൾ കൈനീട്ടമൊക്കെ ഇല്ലേ? പണ്ടൊക്കെ 1 രൂപയായിരുന്നു തന്നെ, ഇപ്പം 100 രൂപയൊക്കെ ആയി തുടങ്ങിയില്ലേ? ഇപ്പോൾ പിള്ളേർ ചോദിച്ച് മേടിക്കും ഒരു സിനിമയ്ക്കുള്ള പൈസ എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടൊക്കെ പൈസ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു, കൈനീട്ടം കിട്ടുന്ന പൈസ. ഇന്നിപ്പോൾ പിള്ളേർ ആ പൈസ കിട്ടിക്കഴിയുമ്പോഴേ ഇറങ്ങുമായി. സിനിമയ്ക്ക് പോകണം, നാളെ സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ ബുക്ക് ചെയ്താണ് ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെയായി. പണ്ടത്തെ കാലം മാറ്റങ്ങൾ ഭയങ്കര അല്ലേ? പിന്നെ വിഷുപ്പക്ഷിയൊക്കെ വരില്ലേ? പണ്ടൊക്കെ വിഷുപ്പക്ഷി വന്നില്ലേ? അച്ചൻ കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു പക്ഷീനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നിവിടെ കേട്ടു രാവിലെ.
അത് നമ്മൾ ഇച്ചിരി അതിരാവിലെ എൻ്റെ നമുക്ക് കേൾക്കാൻ പറ്റും. എവിടുന്നോ ഇതിങ്ങനെ പറയുന്നത് അച്ഛൻ കൊമ്പത്തെന്ന് അമ്മ വരമ്പത്ത് എന്ന് പറയുന്ന ഒരു പക്ഷീനെ. ശരിക്കും പറഞ്ഞാൽ അതെന്ത് വേറെന്തോ സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. നമുക്ക് പക്ഷേ അങ്ങനെ തോന്നില്ലേ? വിഷുപ്പക്ഷി എന്ന് എല്ലാവരും പറയണേ അല്ലേ? വിഷുവിൻ്റെ സമയത്ത് അത് വരുന്നത് ഏതോ ദേശാടനക്കിളിയാന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെയുള്ളതും ഒക്കെ വന്നു തുടങ്ങി. അപ്പം വിഷുവിൻ്റെ ഒരു എന്നാ പാച്ചിൽ, ഉത്രാടപ്പാച്ചിൽ പോലെ വിഷുപ്പാച്ചിലാണ് ഇന്നും കൂടെ കണി വയ്ക്കാനൊക്കെ ഉള്ള കൃഷ്ണവിഗ്രഹങ്ങളും ഒക്കെ മേടിച്ച്. അല്ലാത്തവരും കണി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കളി ചേച്ചി, നമുക്കിവിടെ കണിക്കൊന്നയുണ്ട്. അപ്പം ആ ചേച്ചി വന്ന് പൂ പറിക്കാൻ, നാളെ എനിക്ക് ഇച്ചിരി പൂ തന്നെ കേട്ടോ രാവിലെ കണി കാണാനാന്ന് പറയും. എല്ലാ മതസ്ഥരും കണി കാണുന്നുണ്ട്. ചുമ്മാ കൊന്നപ്പൂ ഇങ്ങനെ വെച്ചേക്കും. രാവിലെ എനിക്ക് വരുമ്പോൾ ആ പൂക്കളെല്ലാം കൂടെ കാണണം, നല്ല രസമല്ലേ അന്നും പറഞ്ഞോണ്ടേ. അങ്ങനെ പറഞ്ഞോണ്ടാ കേട്ടോ. അല്ലാണ്ട് ജാതി മതത്തിൻ്റെ ഒന്നുമില്ല. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചേക്കണ വികൃതികളല്ലേ. മനുഷ്യനും ഒരുതരം ഭ്രാന്ത, അത് പറഞ്ഞാൽ മതി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി നല്ലൊരു വിഷു എല്ലാവരും ആഘോഷിക്കട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.